ഗൈസ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമെല്ലാം ഗ്രാവിറ്റി ഉള്ളതെന്ന്? ഫസ്റ്റ് ഓഫ് ആൾ, ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റ് ബഹിരാകാശ വസ്തുക്കളുമെല്ലാം സ്പേസ് ടൈമിലാണ് നിൽക്കുന്നത്. ഈ സ്പേസ് ടൈം ഒരു 4 ഡയമെൻഷണൽ ഫാബ്രിക് പോലെയാണ്. നക്ഷത്രങ്ങൾക്കും അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്കും മറ്റ് ബഹിരാകാശ വസ്തുക്കൾക്കുമെല്ലാം അതിൻ്റേതായിട്ടുള്ള മാസ് ഉണ്ട്. ഈ മാസ് കാരണം നമ്മുടെ സ്പേസ് ടൈമിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു കർവ് സംഭവിക്കുന്നു. ഇതിൻ്റെ മാസ് അനുസരിച്ച് ഡിപ്രഷൻ അല്ലെങ്കിൽ കർവിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഷാളോ അല്ലെങ്കിൽ ഒരു സാരിയോ വലിച്ച് സ്ട്രൈറ്റ് ആയിട്ട് കെട്ടുക. എന്നിട്ട് അതിൽ നല്ല വെയിറ്റുള്ള ഒരു വസ്തു വയ്ക്കുകയാണെങ്കിൽ ആ ഭാഗം കൊണ്ട് താഴും. പിന്നീട് നമ്മൾ വെയിറ്റ് കുറഞ്ഞ ഏത് വസ്തു ഇട്ടാലും ഈ വെയിറ്റുള്ള വസ്തുവിന് നേർക്കത് പതിയെ പതിയെ പോകുന്നതാണ്. ഈ ഒരു പ്രതിഭാസമാണ് നമ്മുടെ സ്പേസിലും സംഭവിക്കുന്നത്. ഓരോ വസ്തുക്കളുടെയും മാസ് അനുസരിച്ച് ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ കർവിൻ്റെ അളവ് കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ വസ്തുവിൻ്റെ ഗ്രാവിറ്റിയും കൂടുന്നു. നമ്മുടെ സൂര്യൻ്റെ ഗ്രാവിറ്റി കാരണമാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റം നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമി അതുപോലത്തെ മറ്റ് ഗ്രഹങ്ങൾ സൂര്യനിൽ ചെന്ന് പതിക്കാത്തതെന്ന്. അതിന് കാരണം ഈ ഗ്രഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. സൂര്യൻ്റെ ഗ്രാവിറ്റി ഇതിന് മുമ്പോട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് നൽകുന്നു. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെ മാസ് അനുസരിച്ച് അതിൻ്റെ ഇനേർഷ്യ കൂടുന്നു. ഈ ഒരു ഇനേർഷ്യയും ഇതിനെ മുമ്പോട്ട് സഞ്ചരിക്കാനുള്ള ഒരു ഫോഴ്സ് നൽകുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു നൂലിലൊരു കല്ല് കെട്ടി നമ്മുടെ കൈ കൊണ്ട് കറക്കുമ്പോൾ സംഭവിക്കുന്ന അതേ കാര്യമാണ് സോളാർ സിസ്റ്റത്തിൽ നടക്കുന്നത്. നിങ്ങളുടെ കൈ ആ ഒരു കല്ലിന് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് നൽകുന്നു. ആ ഒരു കല്ലിൻ്റെ മാസ് അതിൻ്റെ ആ ഒരു മുമ്പോട്ടുള്ള ചലനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഇനേർഷ്യ നൽകുന്നു. ഈ ഒരു പ്രതിഭാസമാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലും സംഭവിക്കുന്നത്. ഇതുപോലത്തെ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.